നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് സമ്മർ കൂളറായിട്ടും ഇഫ്താർ സ്പെഷ്യലിനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ജ്യൂസാണ്. മസ്ക് മെലൻ കൊണ്ട് 2 ടൈപ്പ് വെറൈറ്റിയിലുള്ള ജ്യൂസാണ് ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ് മസ്ക് മെലൻ. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, എന്താ ഇതിന് ഈ മസ്ക് മെലൻ എന്ന പേര് വന്നത്? വല്ലാത്തൊരു നല്ലൊരു സ്മെല്ലാണ് ഈ മസ്ക് മെലനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഒരു സ്പ്രേ ഒക്കെ ഇല്ലേ മസ്ക്, അതുപോലെയല്ല, എന്നാലും ആ ഒരു പ്രത്യേകതയുള്ളൊരു സ്മെല്ലാണ് ഈ ഫ്രൂട്ടിന്. അപ്പോൾ എങ്ങനെയാണ് മസ്ക് മെലൻ വെച്ചിട്ട് 2 ടൈപ്പ് ജ്യൂസ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് ലൈക്ക് ചെയ്യണം. ഇനിയും ഇത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും വേണം. ഇവിടെ ഞാനൊരു വലിയ മസ്ക് മെലനാണ് എടുത്തത്. അത് ഫുൾ എടുക്കുന്നില്ല, അതിൻ്റെ ഹാഫാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നുള്ളൂ. അതിൽ നിന്ന് തന്നെ കുറച്ച് പീസ് മാത്രമേ നമ്മൾ ജ്യൂസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എടുക്കുന്നുള്ളൂ. ഇത് മസ്ക് മെലന് വേണ്ട, ജ്യൂസിന് വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ്. നല്ല തണുത്ത പാലാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത്. തണുത്ത പാൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് എടുക്കുമ്പോഴാണ് ജ്യൂസിന് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുക. ഇത് ഹണിയാണ്, ഒരു 1.5 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ പഞ്ചസാര വേണ്ട എന്ന് തോന്നുവാണെങ്കിൽ ഹണി വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഇനി നമ്മുടെ ജ്യൂസ് അലങ്കരിക്കാൻ വേണ്ടി കുറച്ച് പിസ്ത, കുറച്ച് ബദാം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്, തൊലിയൊക്കെ കളഞ്ഞിട്ട്. ഇത് വാനില എസൻസ് ആണ്. ഒരു 1-2 ഡ്രോപ്പ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ജ്യൂസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഈ സൈസ് വലുപ്പത്തിലെ 2 പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പം കാണാൻ പറ്റുന്നുണ്ടായിരിക്കും കുറച്ച് കട്ടിയായിട്ടൊരു സ്കിൻ ഇതിലിരിക്കുന്നത്. ഈ മെലൻ്റെ താഴെ കാണുന്നൊരു ഭാഗമാണ്. അത് എടുക്കാതെ വേണം നമ്മൾ ജ്യൂസിന് എടുക്കേണ്ടത്. അതും കൂടി അടിച്ച ഒരു കയ്പ്പ് വരും. നമ്മൾ വെറുതെ പീസാക്കി ഫ്രൂട്ടായിട്ട് തിന്നുമ്പം അതങ്ങ് കഴിക്കുമ്പോൾ നമുക്ക് അത്ര ഒന്നും ഫീൽ ചെയ്യത്തില്ല. ഇതിപ്പോൾ ഞാൻ ആ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് എടുത്തിരിക്കുന്ന മെലനാണ്. ഇനി കുറച്ച് ഐസ് ക്യൂബ്സ് വേണം. 2 വെറൈറ്റി ആണല്ലോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് കഴിയുമ്പോൾ നല്ലതുപോലെ പഴുത്ത മെലനാണിത്. അങ്ങനെ ഉള്ള മെലൻ കൊണ്ട് മാത്രമേ ഈ ജ്യൂസ് പ്രിപ്പയർ ചെയ്താൽ ടേസ്റ്റ് വരികയുള്ളൂ. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ മെലനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കാം, എന്നാലും ഒരു ഗ്ലാസ്സിന് അത്രയൊക്കെ മതിയാവും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാരയൊക്കെ നമ്മൾ ഈ മെലനിലോട്ട് ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു മാഷർ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഈ മെലനെ ഒന്ന് മാഷ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ മാഷ് ചെയ്യുമ്പോൾ ഇതിലുള്ള ആ ജ്യൂസ് കണ്ടൻറ്റ് മുഴുവനും ഇങ്ങനെ ഇറങ്ങി വരും. അതാണ് നമ്മുടെ ഈ ജ്യൂസിൻ്റെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ മാഷർ ഇല്ലെങ്കിൽ കൈ ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് അമർത്തി ഒന്ന് ഞെക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള ജ്യൂസ് മുഴുവനും ഇങ്ങനെ കിട്ടും. ഒരുപാടങ്ങ് ഞെക്കി എടുക്കുകയല്ല ചെയ്യുന്നത്, എന്നാൽ ഒരു 1/4 ഭാഗത്തോളം നമ്മൾ ഇങ്ങനെ അമർത്തി കൊടുക്കണം. ബാക്കി ഫ്രൂട്ട് അങ്ങനെ തന്നെ അതിൽ ഇട്ടേക്കണം, എന്നാൽ മാത്രമേ ഈ ജ്യൂസ് കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് 1 ഡ്രോപ്പ് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. മാക്സിമം 2 ഡ്രോപ്പ്, അതിൽ കൂടുതലൊന്നും ഒട്ടും ആകാൻ പാടില്ല. വല്ലാത്ത വാനിലയുടെ എസൻസിൻ്റെ ഒരു മണം വരും, അതിൻ്റെ ആവശ്യമില്ല. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് 1 ഡ്രോപ്പ് വാനില എസൻസ് ആഡ് ചെയ്യുന്നതാണ്. 1 ഗ്ലാസ്സിനാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇനി വാനില എസൻസ് ആഡ് ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. ഒന്ന് ആ മണമൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വാനില എസൻസ് ചേർക്കാൻ പറഞ്ഞത്. ഇനി നമുക്ക് ആവശ്യത്തിനൊരു 3-4 ഐസ് ക്യൂബും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാം. ഇനി നമുക്ക് മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള മസ്ക് മെലൻ ഷേക്ക് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നേരത്തെ എടുത്തതുപോലെ തന്നെ ഒരു പീസ് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് എടുത്തിട്ട് അതിലേക്ക് ഒരു കുറച്ച് പാലൊന്ന് ചേർത്തതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കാം. അതിനു മുമ്പ് ഇതിൻ്റെ അകത്ത് മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഹണി നേരത്തെ എടുത്ത് വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഹണി അലർജി ആയിട്ടുള്ളവർ, അതല്ല ഹണി ഇഷ്ടമല്ലാത്തവർ, കയ്യിലില്ലാത്തവർക്കൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വന്നതാണ്. ഇപ്പോൾ കുറച്ച് നല്ല തിക്കായിട്ടിരിക്കുന്ന ജ്യൂസാണിപ്പോൾ. മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഈ സമയത്ത് നോക്കിയിട്ട് ചേർക്കാവുന്നതേ ഉള്ളൂ. നേരത്തെ നമ്മൾ മറ്റേ ജ്യൂസിൽ ചേർത്തതുപോലെ 1 ഡ്രോപ്പ് അല്ലെങ്കിൽ 2 ഡ്രോപ്പ് വാനില എസൻസ് കൂടി നമുക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് പാല് ചേർത്ത് വീണ്ടും മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അതിനുശേഷം നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ജ്യൂസ് മാറ്റാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, നല്ല തിക്കായിട്ടുള്ള ഒരു ജ്യൂസാണിത്.
നമ്മുടെ ജ്യൂസ് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് അലങ്കരിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആൽമണ്ടിൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്താൽ പെട്ടെന്ന് അതിൻ്റെ സ്കിന്നൊക്കെ പോയി കിട്ടും. അപ്പോൾ നമുക്ക് അരിയാനൊരു എളുപ്പമുണ്ട്. പിന്നീട് നമുക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന പിസ്തയുടെ പീസസും അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കൂടാതെ ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഹണിയും കൂടെ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പോർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസ്ക്മെലൻ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന മസ്ക്മെലൻ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതും കൂടെ നമുക്ക് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. എനിക്ക് പേഴ്സണലി ഈ ജ്യൂസിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഈ ജ്യൂസ് കുടിക്കുമ്പോൾ ഭയങ്കര ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഫീലാണ്. ശരിക്കും പറഞ്ഞ ഒരു സമ്മർ കൂളർ ഡ്രിങ്ക് തന്നെയാണ്. ഇതിലെ ചെറിയ ചെറിയ പീസസും കൂടെ നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ടേസ്റ്റി ആയിട്ടുള്ള മസ്ക്മെലൻ ജ്യൂസ് ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാം ഫീഡ്ബാക്ക് അറിയിക്കാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.